ഹായ് എവരിവൺ, പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള 51ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇനി കൂടി വന്നാൽ ഒരു 5 ക്ലാസ് ഉണ്ടാകുള്ളൂ. അതോടുകൂടി നമുക്ക് SCRT തീർക്കാൻ പറ്റും. 50 ക്ലാസ്സോട് കൂടി തന്നെ SCRT തീർക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ചില ചാപ്റ്റേഴ്സ് അത്ര ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ കൂടെ അത് പഠിച്ചു വെക്കുന്നത് നല്ലതാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ആ ചാപ്റ്റേഴ്സ് കൂടെ പഠിപ്പിക്കാന്ന് വിചാരിച്ചത്. ഓക്കെ, പിന്നെ ഇപ്പം പഠിപ്പിക്കുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പം പഠിപ്പിക്കുന്ന ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് തോന്നും. അത് നിങ്ങൾ റിവിഷൻ ആയിട്ട് എടുക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ചാപ്റ്ററിൽ നിങ്ങൾ റിവിഷൻ എന്ന രീതിയിൽ എടുക്കുക. വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ് ഇത്. ജോഗ്രഫിയിൽ, ഇന്ത്യൻ ജോഗ്രഫിയിൽ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒരുപാട് വരാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യം തന്നെ ഇത് പഠിച്ചു വെച്ചത്. 7ാം ക്ലാസ്സിൽ തന്നെ ഇതിൽ വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടും. അത് നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ആദ്യം പഠിച്ച കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, അതൊരു റിവിഷൻ പോലെ എടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പൂർവാഞ്ചൽ എന്ന് അറിയപ്പെടുന്നത് കിഴക്കൻ മലനിരകളാണ്. പൂർവാഞ്ചൽ എന്ന് അറിയപ്പെടുന്നത് പൂർവാഞ്ചൽ എന്നറിയപ്പെടുന്നത് കിഴക്കൻ മലനിരകളാണ്. അടുത്തത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് ചിറാപുഞ്ചി. ചിറാപുഞ്ചിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആസാം. ആസാമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗയാണ്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ? 7ാം ക്ലാസ് പഠിക്കുമ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗയാണ്. നെക്സ്റ്റ്, സിന്ധു നദിയുടെ പോഷക നദികളിൽ പെടാത്തത്. താഴെ കൊടുത്തവയിൽ സിന്ധു നദിയുടെ പോഷക നദികളിൽ പെടാത്തത്: ജലം, രവി, ചമ്പൽ, ബിയാസ്. ഇതിൽ നിങ്ങൾക്കറിയാം ജലം, രവി, ബിയാസ് എന്നിവ എന്താണ്? സിന്ധു നദിയുടെ പോഷക നദികളിൽ പെട്ടതാണ്. അപ്പൊ ആൻസർ എന്താണ്? ചമ്പലാണ്. ചമ്പൽ സിന്ധു നദിയുടെ പോഷക നദിയല്ല, യമുന നദിയുടെ പോഷക നദിയാണ് ചമ്പൽ. അടുത്ത നോക്കാം. ഗംഗാ നദിയുടെ പോഷക നദികളിൽ പെടാത്തത് ഏത്? ഗാഗ്ര, യമുന, ഗോമതി, ലോഹിത്. ഇതിലേതാണ് ഗംഗാ നദിയുടെ പോഷക നദികളിൽ പെടാത്തത്? ലോഹിത്താണ് ഗംഗാ നദിയുടെ പോഷക നദികളിൽ പെടാത്തത്. ഗാഗ്ര, യമുന, ഗോമതി എന്നിവ ഗംഗാ നദിയുടെ പോഷക നദിയാണ്. അടുത്ത നോക്കാം. ഗംഗാ നദിയുടെ പോഷക നദികളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻസ് മാറിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. ഗംഗാ നദിയുടെ പോഷക നദികളിൽ പെടാത്തത് കോസി, ഗാഗ്ര, മാനസ്, ഗണ്ഡക്. ഇതിൽ ആൻസർ മാനസ് ആണ്. മാനസ് എന്ന് പറയുന്നത് ഗംഗാ നദിയുടെ പോഷക നദിയല്ല. ബാക്കി 3ഉം എന്താണ്? ഗംഗാ നദിയുടെ പോഷക നദികളിൽ പെട്ടതാണ്. അടുത്ത നോക്കാം. ബ്രഹ്മപുത്രയുടെ പോഷക നദികളിൽ പെടാത്തത്. ബ്രഹ്മപുത്രയുടെ പോഷക നദികളിൽ പെടാത്തത്: തീസ്ത, ലോഹിത്, സുബൻസിരി, ഗോമതി. ഇതിൽ തീസ്ത, ലോഹിത്, സുബൻസിരി എന്നിവ ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികളിൽ പെട്ടതാണ്. ഗോമതിയാണ് ഇവിടെ ആൻസർ. ഗോമതിയാണ് ഇവിടെ ആൻസർ വരുന്നത്. ബാക്കി 3ഉം ബ്രഹ്മപുത്രയുടെ പോഷക നദികളിൽ പെട്ടതാണ്. അടുത്തത്, ബ്രഹ്മപുത്രയുടെ പോഷക നദികളിൽ പെടാത്തത് ഏത്? മാനസ്, ചമ്പൽ, ടീസ്റ്റ, ലോഹിത്. ടീസ്റ്റ, ലോഹിത്, മാനസ് എന്നിവ ബ്രഹ്മപുത്രയുടെ പോഷക നദികളിൽ പെട്ടതാണ്. ആൻസർ ചമ്പലാണ്. ചമ്പൽ ബ്രഹ്മപുത്രയുടെ പോഷക നദികളിൽ പെട്ടതല്ല. അടുത്ത നോക്കാം. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ളത് ഗംഗാ നദിക്കാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ളത് ഗംഗാ നദിക്കാണ്. അടുത്തത്, ഏത് നദിയുടെ നിക്ഷേപണത്തിന്റെ ഫലമായിട്ടാണ് പഞ്ചാബ് ഹരിയാന സമതലം രൂപം കൊണ്ടത്? ഏത് സമതലമാണ് ചോദിച്ചത്? പഞ്ചാബ് ഹരിയാന സമതലമാണ്. ഏതു നദിയുടെ നിക്ഷേപണത്തിന്റെ ഫലമായിട്ടാണ് എന്നാണ് ചോദിച്ചത്. സിന്ധു നദിയും അതിന്റെ പോഷക നദികളും ആണ് ആൻസർ. സിന്ധു നദിയും അതിന്റെ പോഷക നദികളുടെയും നിക്ഷേപണത്തിന്റെ ഫലമായിട്ടാണ് പഞ്ചാബ് ഹരിയാന സമതലം രൂപം കൊണ്ടത്. അടുത്തത്, രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലം ഏത് നദികളുടെ നിക്ഷേപണ ഫലമായി രൂപം കൊണ്ടതാണ്? രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലം ഏത് നദികളുടെ നിക്ഷേപണ ഫലമായി രൂപം കൊണ്ടതാണ്? ലൂണി, സരസ്വതി നദികൾ.
ലൂണി, സരസ്വതി നദികളുടെ നിക്ഷേപണ ഫലമായിട്ടാണ് രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലം രൂപം കൊണ്ടത്. അടുത്തത് ഗംഗാ സമതലം ഏത് നദികളുടെ നിക്ഷേപണ ഫലമായി രൂപം കൊണ്ടതാണ്? വളരെ ഈസി ആയിട്ട് പറയാം, ഗംഗയും പോഷക നദികളും. ഇത് ചോദിക്കാൻ സാധ്യത കുറവാണ്. അതുപോലെ തന്നെ ആസാമിലെ ബ്രഹ്മപുത്ര സമതലം ഏത് നദികളുടെ നിക്ഷേപണ ഫലമായി രൂപം കൊണ്ടതാണ്? ബ്രഹ്മപുത്രയും പോഷക നദികളുമാണ്. അത് രണ്ടും ചോദിക്കാൻ സാധ്യത കുറവാണ്. മറ്റ് രണ്ടും പഠിച്ചു വെക്കുക, മറ്റ് രണ്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. ഉത്തര മഹാസമതലമാണ് ഇന്ത്യയുടെ ധാന്യപുര എന്ന് അറിയപ്പെടുന്നത്. താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. മരുഭൂമി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് രാജസ്ഥാനാണ് ഓർമ്മ വരിക. താർ മരുഭൂമി രാജസ്ഥാനിലാണ്. അടുത്ത നോക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? രാജസ്ഥാനിലാണ്, താർ മരുഭൂമിയിലാണ്. ഓക്കെ, ജയ്സാൽമീർ സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. രാജസ്ഥാനിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന വിളകൾ ഏതാണ്? ബജ്ര, ജോവർ. ഓക്കെ, ബജ്ര, ജോവർ എന്നീ വിളകളാണ് രാജസ്ഥാനിൽ പ്രധാനമായും കൃഷി ചെയ്യുന്നത്. അടുത്തത് ഉപദ്വീപീയ പീഠഭൂമിയുടെ വിസ്തൃതി. 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഓക്കെ, 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ വിസ്തൃതി. 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്തത്. മാക്സിമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളും വെബ്സൈറ്റിൽ പോയിട്ട് വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. 80% പോർഷൻസും കഴിഞ്ഞിട്ടുണ്ട്. ഇനി വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ കൂടെ പഠിക്കാനുള്ളൂ. അപ്പൊ ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ വീണ്ടും ക്ലിയർ ആക്കി പഠിക്കുക. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സംസാരിക്കാം. അതുപോലെ തന്നെ സയൻസ് ഇന്ന് പഠിക്കാനൊന്നുമില്ല. സയൻസ് പഠിക്കാനുള്ള കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തരാം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.